എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നെൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ. ആഫ്റ്റർ 50 എൻജോയ് ലൈഫ് വിത്തൗട്ട് ആൽക്കഹോൾ ആൻഡ് വിത്തൗട്ട് ഡ്രഗ്സ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സത്യം തന്നെയാണ്. ഒരു 50 വയസ്സ് കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. 50 60 വയസ്സ്. അതായത് അതുവരെ നമ്മൾ കുടുംബത്തെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ, ഇതെല്ലാം നോക്കി നല്ല തിരക്കിലായിരിക്കും. ജോലി ഇതെല്ലാം. ഇപ്പോൾ ഒരു 50-60 വയസ്സോടുകൂടി നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീരുന്നു. അപ്പോൾ എല്ലാവരും പറയും, ഇനിയിപ്പോൾ എന്ത് ജീവിക്കാനാ, 50 വയസ്സായില്ലേ അല്ലെങ്കിൽ 60 വയസ്സായില്ലേ. തെറ്റ്. 50 വയസ്സിൽ നമ്മളൊരു അടുത്തൊരു ജീവിതം തുടങ്ങുന്നു. സന്തോഷത്തോടുകൂടി, കുറെ പണമൊന്നുമല്ല, നമ്മൾ സന്തോഷം, എൻജോയ് ലൈഫ്. അത് നമ്മൾ സന്തോഷമായിട്ട് ലിവ് ഹാപ്പിലി, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അതിന് നമ്മൾക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക. അപ്പോൾ ആരോഗ്യപരം ആയിട്ട് കൂടി ചെയ്യണം. അദ്ദേഹം പറഞ്ഞത് ആൽക്കഹോളോ ഡ്രഗ്സോ ഒന്നും കൂടാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ച് നമ്മൾ എക്സർസൈസുകൾ ചെയ്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഈ 50-60 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഫിസിക്കൽ എക്സർസൈസ് മാത്രം പോരാ, മെൻ്റലിയും കൂടി നമുക്ക് കിട്ടുന്ന എക്സർസൈസ് കിട്ടുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങളും ആസനങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നേരത്തേക്ക് ഒരു 60 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായി, ഷഷ്ടിപൂർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കേമായിട്ട് നാട് മുഴുവൻ വിളിച്ചൊക്കെ നടത്തും. പക്ഷേ ആ അന്നത്തെ 60 ഇന്നത്തെ 80 വയസ്സാണ്. അപ്പോൾ ഈ 60 വയസ്സും 50 വയസ്സൊന്നും വയസ്സേ അല്ല. നമ്മൾ അപ്പോഴാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് ഫ്രീ ആയിട്ട്. കുട്ടികൾ വലുതായി അവരുടെ കാര്യത്തിന് പോയി, അച്ഛനമ്മമാരാണെങ്കിൽ അവരുടെ കാലം കഴിഞ്ഞ് അവർ മരിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമാണ്. അപ്പം നമ്മൾ നമ്മുടേതായ സന്തോഷങ്ങളിൽ നമ്മുടേതായ ജീവിതം ജീവിക്കുക, അതാണല്ലാതെ 50 വയസ്സായാലും അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്. 50 വയസ്സിലാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നത് തന്നെ. വീണ്ടും ലൈഫ് ആരംഭിക്കുകയാണ് അവിടെ നിന്ന്, നമ്മുടെ രണ്ടാമതൊരു ജീവിതം. അത് നമ്മൾ നന്നായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചും ദുഃഖിച്ചും കളയാനുള്ളതല്ല. ഏറ്റവും സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കേണ്ടതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, സന്തോഷത്തിലിരിക്കുക. അതെങ്ങനെയാണ്? നമ്മൾ എക്സർസൈസും കൂടി ചെയ്യണം. കാരണം നമ്മൾ വയ്യാതെ കിടപ്പിലായി നമ്മൾ മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനിട വരുത്തരുത്. നമ്മൾ നടന്നുകൊണ്ടിരുന്നാൽ, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ, അതിപ്പോൾ എത്ര വയസ്സായി, 10-80 വയസ്സായ ഓരോ ആൾക്കാർ സ്വന്തമായിട്ട് ഇപ്പോഴും നടന്ന് കടയിൽ പോകുന്നു, സ്വന്തമായിട്ട് അമ്പലങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു, അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വേണം. നമ്മൾ മരിക്കുന്നതുവരെ നടക്കാനുള്ളൊരു ആരോഗ്യം വേണം. അല്ലാതെ നമ്മൾ കുറേ ഫുഡുകൾ മാത്രം കഴിക്കുക, ശരീരത്തിന് വേണ്ട എക്സസൈസ് ചെയ്യാതിരിക്കുക, അങ്ങനെ ചെയ്യരുത്. അതും കൂടി വേണം. ഇപ്പം സ്ത്രീകൾ ആണുങ്ങൾ, പുരുഷന്മാരും മിക്കവരും നോക്കൂട്ടോ ആരോഗ്യം, അവർ എന്തെങ്കിലുമൊക്കെ ഇതിൽ ചെയ്യും. പക്ഷെ ലേഡീസ് പറയുന്നത് എന്താണെന്നറിയോ? സമയമില്ല. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ പേരക്കുട്ടികൾ സ്കൂളിൽ വിടേണ്ടി വരും, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ഉണ്ടാവും. വെറുതെ പറയുന്ന സമയമില്ല എന്നുള്ളത് വെറുതെ ഒരു എക്സ്ക്യൂസാണ്. നമ്മളുടെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂർ നമ്മൾക്ക് വേണ്ടി ചിലവാക്കാനില്ലെങ്കിൽ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഇത്രയും കാലം നമ്മൾ ജീവിച്ചില്ലേ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി? ഇനി നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. നമുക്ക് വേണ്ടി 1 മണിക്കൂർ ഇല്ല എന്ന് പറയുന്നത് എക്സ്ക്യൂസാണ്. ഞാൻ പറയുകയാണെങ്കിൽ അത് വെറും എക്സ്ക്യൂസാണ്. വേണമെങ്കിൽ നമ്മൾ അത് ചെയ്തിരിക്കും. അത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ എപ്പോഴെങ്കിലും ഒരു സമയം നമ്മളത് കണ്ടെത്തി അതിന് മെനക്കെടുക തന്നെ വേണം. നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ, ഫുള്ള് ഹാപ്പി ആയിരിക്കും. എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കുറേ സമയം ഞാൻ കളയും. യോഗ എനിക്കിഷ്ടം, അത് പഠിച്ചു, അത് ഞാൻ പഠിപ്പിക്കുന്നു, ഞാൻ സ്വയം ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാൽ വല്ലപ്പോഴും ഞാൻ സ്വിഗ്ഗി ഓർഡർ ചെയ്യും, കഴിക്കും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ള സന്തോഷങ്ങൾ എൻജോയ് ചെയ്യുക. അല്ലാതെ അയ്യോ 50 ആയില്ലേ 60 ആയില്ലേ ഇനി എന്ത് നോക്കാനാ, വയസ്സായി, അങ്ങനെയുള്ള ചിന്ത തന്നെ കളയുക. വയസ്സ് എന്നൊന്നും ഉള്ളതൊന്നുമില്ല. മരിക്കുമ്പോൾ മരിക്കട്ടെ, എന്നായാലും ഒരു ദിവസം മരിക്കും. അത് നമ്മൾ ഇപ്പോഴേ നോക്കിയിരുന്ന് നിരാശപ്പെട്ട് ജീവിതം കളയേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഫ്രഷായി സന്തോഷത്തോടെ നോക്കൂ. നമ്മളെപ്പോഴും ചെറുപ്പമായി തന്നെ ഇരിക്കും. നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷവും പോസിറ്റിവിറ്റിയും കൊണ്ടുവരിക. വേണ്ടാത്ത ചിന്തകളെ, സങ്കടകര ചിന്തകളെ വിടുക. സന്തോഷം മാത്രം നമ്മൾ നോക്കുക. മനസമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ചെയ്തു നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര സന്തോഷകരമാണ് ജീവിതം എന്ന്.
എപ്പോഴാണ് നമ്മൾ സന്തോഷിക്കാൻ നമ്മൾ സന്തോഷം തുടങ്ങുന്നതെന്നറിയാമോ? നമ്മൾ സന്തോഷകരമായ ചിന്തകളിലൂടെ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴല്ല നമ്മൾ ജീവിക്കുന്നത്. സന്തോഷത്തോട് ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിതം ആസ്വദിക്കുന്നത്. ഓക്കെ, ബൈ.